ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചോൾ വെച്ച് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ വെച്ച് ഉള്ള റെസിപ്പിയാണ്. ഈ വഴുതനങ്ങ അവിടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഇവിടെ കൃഷി ചെയ്ത വഴുതനങ്ങയാണ്. എന്നാൽ ഈ റെസിപ്പി തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ വീഡിയോയോട് പോയാലോ? എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പിഞ്ച് വഴുതനങ്ങയാണ് ഈ കറിക്ക് നല്ലത്. അങ്ങനെ 5 വഴുതനങ്ങ. പിന്നെ അതിന് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടി കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്. വെള്ള എള്ളാണ് ഇതിന് വേണ്ടത്, പക്ഷേ വെള്ള എള്ള കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കറുത്ത എള്ള എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി കുറച്ച് കപ്പലണ്ടി, 1.5 സ്പൂൺ വെള്ള എള്ള അല്ലെങ്കിൽ കറുത്ത എള്ള, പിന്നെ 1.5 സ്പൂൺ കപ്പലണ്ടി, 4-5 വറ്റൽമുളക്, പിന്നെ 1 സ്പൂൺ നമ്മുടെ മല്ലി, മുഴുമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിന് 1 സ്പൂൺ കുരുമുളക്. ഇതെല്ലാമാണ് ഇതിന് ആദ്യം വേണ്ടത്. ഇത് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെ 2 പിടി തേങ്ങ. ഇതെല്ലാം നല്ല സിമ്മിലാക്കി വെച്ച്, തീ നല്ലപോലെ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങയുടെ രുചിയൊക്കെ മാറും, അപ്പം കറി അതിന് കൊള്ളത്തില്ല. അപ്പം നല്ലപോലെ സിമ്മിലാക്കി വെച്ച് നല്ലപോലെ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറിലാകുന്ന വരെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങയൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. മുറിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് 4ആയിട്ട് ഇങ്ങനെ വേണം മുറിച്ചെടുക്കാൻ. ഇത് നല്ല പിഞ്ച് വഴുതനങ്ങ വെച്ച് ഈ കറി ചെയ്താലേ നല്ല രുചിയുള്ളൂ. മുറ്റിയ വഴുതനങ്ങ എടുക്കാൻ പാടില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. അപ്പോൾ നല്ല പിഞ്ചിൽ തന്നെ ഞാൻ പറിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല വലിയ വഴുതനങ്ങയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ വഴുതനങ്ങയും നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൂച്ചയോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് പുഴുവൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനും പറ്റും ഈ സമയത്ത്. അപ്പോൾ നമുക്കത് വെള്ളത്തിനകത്തോട് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല കണ്ടില്ലയോ, നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലയോ, ഒന്ന് ബ്രൗൺ കളർ, ഒത്തിരി ബ്രൗണിഷ് ആകേണ്ട, ഇത്രയായാൽ മതി. നമുക്ക് വേറൊരു പാൻ അടപ്പ് വെച്ചിട്ട് ആ സെയിം പാൻ തന്നെ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്ത് വെളിച്ചെണ്ണയല്ല ചേർക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് നമുക്കതിനകത്തോട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിവേപ്പിലയും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും പൊട്ടി വരുമ്പം നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, കഴുകി വെച്ചിരിക്കുന്ന, വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിട്ട് നമുക്കൊന്ന് വഴറ്റി, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിനകത്തോട്ടിട്ട് കണ്ടില്ലേ, ചെറുതായിട്ട് പറഞ്ഞാൽ ഒരു 40% ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വഴുതനങ്ങ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്ത് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വഴുതനങ്ങയ്ക്ക് അകത്തെല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ആ കറിക്കകത്ത് നമ്മളിടുമ്പം ഈ വഴുതനങ്ങയൊക്കെ അങ്ങ് ഉടഞ്ഞു പോവാതെ നല്ല ഇതായിട്ടിരിക്കും. കണ്ടില്ല, ഇത്രയും നമുക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. 40-50% തന്നെ വെന്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് എടുക്കണം. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. കണ്ടില്ലേ, വഴുതനങ്ങയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് കൊച്ചുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. കണ്ടില്ലയോ, കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ആറിയ ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇങ്ങനെ അരച്ചെടുക്കണം. നല്ലപോലെ ഒത്തിരി അങ്ങ് ഫൈനായിട്ടല്ല, എന്നാലും ഒത്തിരി അങ്ങ് കോഴ്സായിട്ടുമല്ല, അല്ലാത്ത രീതി അതൊന്ന് അരച്ചെടുത്ത ശേഷം വീണ്ടും ഒരു ചീനിച്ചട്ടിയോ പാനോ ഏതെങ്കിലും അടപ്പേ വെച്ചിട്ട് പിന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് ഈ കറിക്ക്. വീണ്ടും ഇച്ചിരി കുരുമുളക്, ഇതിനകത്തെല്ലാം കുരുമുളകാണ് മെയിൻ ഒരു ഐറ്റം. കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറിയിൽ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇച്ചിരി വറ്റൽമുളകൊക്കെ ഇട്ട ശേഷം നമുക്ക് ഇച്ചിരി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്ലാതെ ചെറുതായിട്ടല്ല, നല്ലപോലെ ബ്രൗൺ കളർ. നമ്മൾ കടുവൊക്കെ വറക്കുമ്പം മൂപ്പിക്കത്തില്ല, അത്രയും ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ
അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ റെഡിയായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏതെങ്കിലും ഒന്ന് പേസ്റ്റായിട്ട് ചേർക്കാം അല്ലെങ്കിൽ ചതച്ചും ചേർക്കാം. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതോടെ ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ വേവണം, വെന്തുടയണമെന്നൊക്കെ പറഞ്ഞ പോലെ വേവണം. അല്ലാതെ ചുമ്മാതെ വഴറ്റിയാൽ പോരാ. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിന് ആവശ്യമായ പൊടികൾ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് വേണ്ടി ചേർത്താൽ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്, എന്ന് പറഞ്ഞാൽ കളറ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലപോലെ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, ഗ്രേവി വേണമല്ലോ, ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കൂട്ടത്തിൽ 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയുടെ ഇതിനകത്ത് ചേർക്കണം. മല്ലിപ്പൊടിയുടെ ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇല്ലയോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തോട്ട് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2 സ്പൂൺ മസാല ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ള ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 സ്പൂൺ ചേർത്ത്, ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനകത്തോട്ടിട്ട്. അപ്പോൾ ഈ കറി നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ അതിന് കുറച്ച് നമ്മുടെ കൊത്തമല്ലി ഉണ്ടല്ലോ അതോട്ട് ചേർത്ത്, കൊത്തമല്ലി കുറച്ചേ ഉള്ളായിരുന്നു. നല്ലപോലെ കൊത്തമല്ലി ഈ കറിക്ക് ചേരും. പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഈ കറി നല്ലപോലെ തിളയ്ക്കണം. കറിയായിട്ടല്ല, ഇച്ചിരി നമ്മൾ സെമി ഗ്രേവി, നിങ്ങൾക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ ഇളക്കി ഇച്ചിരി കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞങ്ങൾ കറിയായിട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ തിളച്ച ശേഷം നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് കറി, കണ്ടില്ലയോ? ഞാൻ ഒരു കറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് സെമി ഗ്രേവി ആയിട്ടും ചെയ്യാൻ പറ്റും. നമ്മുടെ വഴുതനങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുളി, ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി, നമ്മുടെ പിഴുപുളി, അത് ഞാൻ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊഴുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളി ഒഴിക്കുന്ന മുന്നേ നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടോ, ഓൾറെഡി ഏകദേശം ഒരു 40% വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം വെന്തിട്ടുണ്ടോ, പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം വേണം പുളി ചേർക്കാൻ. ഓൾറെഡി നമ്മൾ 2 തക്കാളി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പുളി ഇതിനുണ്ട്. അപ്പം ആ പുളി നമ്മൾ നോക്കി വേണം ചേർക്കാൻ. ഇപ്പോൾ പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ എല്ലാ പുളിയും കൂടെ ചേർക്കേണ്ട, കുറച്ച് ചേർത്താലും മതി. അങ്ങനെ നമ്മുടെ പുളി കൂടെ ഒഴിച്ച ശേഷം നല്ലപോലെ ഇതൊന്ന് തിളച്ച ശേഷം നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചാൽ മതി, ഒന്നുകൂടെ തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.